ശ്രീമതി സ്മിത സുന്ദരേശനെ BJPയിൽ അംഗത്വം കൊടുത്ത് സ്വീകരിക്കുന്നതിനായി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഷോളണീച്ച് സ്വീകരിക്കും. തുടർന്ന് സമാരാധ്യനായിട്ടുള്ള ശ്രീ പ്രകാശ് ജാവ്ദേക്കർജി. അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സമുന്നത വനിതാ നേതാവാണ്. ഇപ്പോൾ വർക്കല ബ്ലോക്ക് ഡിവിഷൻ, വർക്കല ബ്ലോക്ക് പഞ്ചായത്തിലെ ഒറ്റൂർ ഡിവിഷൻ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വർക്കല ബ്ലോക്കിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നു. അതിനു മുമ്പ് ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന ചുമതല വഹിച്ചിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കും. ശ്രീമതി സ്മിത സുന്ദരേശൻ, അവരുടെ പിതാവ് സഖാവ് സുന്ദരേശൻ തിരുവനന്തപുരത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സുപരിചിതമായ പേരാണ്. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. ആ നിലയിൽ ഏകദേശം 50 വർഷമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തനത്തിലുള്ള കുടുംബാംഗമാണ് സ്മിത സുന്ദരേശൻ. സ്മിത സുന്ദരേശൻ ഇവിടെ BJPയിൽ അംഗത്വം എടുക്കുകയാണ്. അതിനു മുമ്പായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന സ്ഥാനം അവർ രാജിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. ശ്രീമതി സ്മിത സുന്ദരേശൻ BJPയുടെ അംഗത്വം എടുക്കുന്നു. അതോടൊപ്പം തന്നെ ഭാവി പ്രവർത്തനത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ ചിന്തിക്കും. BDJSഉം BJPയും ഒരുമിച്ച് ചേർന്നാണ് സ്മിത സുന്ദരേശനെ BJPയിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കിയത്. അതിന് NDA ഘടകകക്ഷികളോടും പ്രത്യേകിച്ച് BDJSനോടും BJPക്ക് നന്ദിയുണ്ട്. നമസ്കാരം. തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി മറ്റു പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് ചേക്കേറുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഏറ്റവും ഒടുവിലായി വർക്കലയിലെ CPM ഏരിയ കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശനാണ് ഇന്ന് BJPയിൽ ചേർന്നത്. തിരുവനന്തപുരത്ത് മാരാദ്വീപ് ഭവനിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്മിത സുന്ദരേശനെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. സ്മിത സുന്ദരേശൻ വർക്കലയിൽ BJP പ്രതിനിധീകരിച്ച് ജനവിധി തേടും. CPMലെ കടുത്ത അതിർത്തിയെ തുടർന്നാണ് പാർട്ടി വിടുന്നതെന്ന് സ്മിത സുന്ദരേശൻ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. പെട്ടെന്നല്ല, കുറച്ച് നാളുകളായിട്ട് CPMനുള്ളിലെ, അതായത് എടുത്തു പറയുകയാണെങ്കിൽ വർക്കല നേതൃത്വത്തിലുള്ള ചില പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് എന്നെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. കാരണം തീർച്ചയായിട്ടും എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. എൻ്റെ അച്ഛൻ ദീർഘകാലം CPMൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. 16 വർഷം വർക്കല CPMൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. 2006 CPMൻ്റെ അസംബ്ലി സ്ഥാനാർത്ഥിയായിരുന്നു വർക്കല. അപ്പോൾ അത്തരത്തിലൊരു പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലോട്ട് എന്നെ എത്തിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ CPMനുള്ളിലെ എന്താ പറയണ്ടേ, ഞാൻ നേരത്തെ പ്രസ് മീറ്റിൽ പറഞ്ഞ പോലെ തന്നെയാണ് വ്യക്തി താല്പര്യവും സ്വാർത്ഥ താല്പര്യവും ഒക്കെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അവിടെ നമ്മളെ ന്യായത്തിനോ നീതിക്കോ ഒന്നും ഒരു വാല്യൂ ഇല്ലാത്തൊരു തരത്തിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമല്ല, കുറച്ച് നാളുകളായിട്ട് മനസ്സിലുണ്ടായിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഭാഗമായി. തീർച്ചയായിട്ടും എനിക്കിനി ഇതിൽ നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് താല്പര്യം. ഇനിയും ഇത്തരത്തിൽ അസ്വസ്ഥരായിട്ടുള്ള ഒരുപാട് പാർട്ടി പ്രവർത്തകരുണ്ടോ പാർട്ടിക്കുള്ളിൽ? തീർച്ചയായിട്ടുമുണ്ട്. CPM എന്ന് പറയുന്ന ആ ഒരു പാർട്ടിക്കകത്ത് അസ്വസ്ഥരായിട്ടുള്ള ഒട്ടനവധി ആൾക്കാരുണ്ട്. പക്ഷേ പലർക്കും ഇതേപോലെ മുന്നിട്ട് വരാനുള്ള ഒരു അതിനെ പേടിയെന്നോ എന്ത് ആണെന്ന് എനിക്ക് അറിയില്ല പറയേണ്ടത്. എന്തായാലും ഒത്തിരി ആൾക്കാർ ഇതിൽ അസ്വസ്ഥരായിട്ടുള്ള ഒത്തിരി പ്രവർത്തകരുണ്ട്. ഇപ്പം ഈ NDAയിലേക്ക് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തിരിച്ചെന്തെങ്കിലും ഒരു വിളി ഉണ്ടായോ പാർട്ടിയിൽ നിന്നും? ഇല്ല. ഞാൻ ഇപ്പോഴായിരിക്കാം അറിഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും അത്തരത്തിലൊരു നീക്കമൊന്നും വന്നിട്ടില്ല.
സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി പാർട്ടി പ്രവർത്തകരാണ് CPM പ്രവർത്തകരാണ് പാർട്ടിയിൽ അസ്വസ്ഥത മൂലം അല്ലെങ്കിൽ പാർട്ടിയിൽ നിലനിന്ന് പോകുന്നതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പാർട്ടി വിട്ട് പുറത്തു വരുന്നത്. അത് ഈ സ്മിതാ സുന്ദരേശൻ്റെ വാക്കുകളിൽ വളരെയധികം പ്രകടമായിരുന്നു. ഇനിയും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഇത്തരത്തിലുള്ള പാർട്ടി പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക് പാർട്ടിയിൽ നിന്നുണ്ടായേക്കാം. NDAയിലേക്ക് പലരും വന്നേക്കാം എന്നുള്ളൊരു സൂചന കൂടിയാണ് ഇത് നൽകുന്നത്. തിരുവനന്തപുരം RRG ഭവനിൽ നിന്നും ക്യാമറാമാൻ അമ്പാടിക്കൊപ്പം സനോജ് നായർ, തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.